ഇന്ന് ഞാൻ ഏകലവ്യൻ്റെ കഥ പറഞ്ഞു തരാം. ഏകലവ്യൻ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ്. ഒരു ഉത്തമ വിദ്യാർത്ഥിയുടെ മാതൃകയായിട്ട് എപ്പോഴും എല്ലാവരും പറയുന്നത് ഏകലവ്യനെ പറ്റിയാണ്. ഏകലവ്യൻ നിഷാദ രാജകുമാരനായിരുന്നു. നിഷാദൻ എന്ന് പറഞ്ഞാൽ കാട്ടാളന്മാരാണ്. അവർ കാട്ടിലാണ് താമസിക്കുന്നത്. ഹിരണ്യധനുസ് എന്ന പേരുള്ള നിഷാദ രാജാവിൻ്റെ മകനായിരുന്നു. സ്വന്തം മകനല്ല, എടുത്തു വളർത്തിയ മകനായിരുന്നു ഏകലവ്യൻ. ഏകലവ്യന് ചെറുപ്പകാലം മുതലേ ധനുർവിദ്യ, അമ്പെയ്യുന്ന വിദ്യ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അക്കാലത്തെ ഏറ്റവും വലിയ ധനുർവിദ്യയിലെ ഏറ്റവും വലിയ ഗുരുവായിരുന്നു ദ്രോണാചാര്യർ. അപ്പോൾ ഈ ഏകലവ്യന് ദ്രോണാചാര്യരുടെ അടുക്കൽ നിന്ന് വിദ്യ അഭ്യസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പാണ്ഡവരെയും കൗരവരെയും യുദ്ധമുറകൾ അഭ്യസിപ്പിക്കുന്നത് ദ്രോണാചാര്യരായിരുന്നു. അവരുടെ മുത്തച്ഛനായ ഭീഷ്മരുടെ അപേക്ഷ പ്രകാരം അദ്ദേഹം കൊട്ടാരത്തിൽ വന്ന് താമസിച്ച് കുമാരന്മാരെ ഇതൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. കുമാരന്മാരെന്ന് പറയുമ്പോൾ കൗരവരും ഉണ്ട്, പാണ്ഡവരും ഉണ്ട്. ഈ കൂട്ടത്തിൽ പാണ്ഡവരിലെ അർജുനനോട് ഗുരുവിന് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു. അതിന് കാരണം അർജുനൻ വളരെ മിടുക്കനാണ് എന്ന് തന്നെയായിരുന്നു. ഗുരു അർജുനനൊരു വാക്ക് കൊടുത്തു. തനിക്കറിയാവുന്ന എല്ലാ വിദ്യകളും അദ്ദേഹം അർജുനനെ പഠിപ്പിക്കും. മാത്രമല്ല, അർജുനനെ പഠിപ്പിക്കാത്ത മറ്റൊരു വിദ്യയും താൻ തൻ്റെ മറ്റ് ശിഷ്യന്മാരെ ഒന്നും പഠിപ്പിക്കുകയുമില്ല. ഇങ്ങനെ ഇരിക്കുകയാണ് ഇവർ ഈ കാട്ടിൽ വരുന്നത്. കാട്ടിൽ വന്നപ്പോൾ നിഷാദനായ ഏകലവ്യൻ ഇവരെ കണ്ടു. ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് ഏകലവ്യൻ നോക്കി നിന്നു. ഇത് കണ്ട ഏകലവ്യന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഈ വിദ്യകളൊക്കെ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. ഏകലവ്യൻ എങ്ങും പോകാതെ അവിടെ തന്നെ നോക്കുന്നതൊക്കെ കണ്ടു. അതിനുശേഷം കാട്ടിൽ തൻ്റെ അച്ഛനടുത്ത് ചെന്നിട്ട് തനിക്ക് ദ്രോണരുടെ അടുത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞു. തനിക്കും ഇതുപോലെ അമ്പെയ്യാൻ പഠിക്കണം, വാൾപ്പയറ്റ് പഠിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മകനെ, നമ്മൾ കാട്ടാളന്മാരാണ്, നിഷാദന്മാരാണ്. നമ്മളുടെ ധർമ്മം യുദ്ധമല്ല, ക്ഷത്രിയരുടെ ധർമ്മമാണ് യുദ്ധം. അതുകൊണ്ട് അവർക്കാണ് ഇത്തരം വിദ്യകളൊക്കെ പഠിക്കാനുള്ള അവകാശം. നീ ചെന്ന് ചോദിച്ചാൽ നിന്നെ അവർ കളിയാക്കി വിടുകയുള്ളൂ, നിന്നെ പഠിപ്പിക്കില്ല. നീ അങ്ങോട്ട് പോവേണ്ട, നാണം കെടും. പക്ഷേ ഏകലവ്യൻ സമ്മതിച്ചില്ല. ഏകലവ്യന് പോകണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. അവസാനം അച്ഛൻ സമ്മതിച്ചു. ഏകലവ്യൻ ദ്രോണരുടെ അടുത്തിരുന്നു. ഒരാളുടെ അടുത്ത് വരുന്ന കണ്ടപ്പോൾ ദ്രോണർ ചോദിച്ചു, നീ ആരാ? അപ്പം പറഞ്ഞു, ഞാൻ ഏകലവ്യനാണ്, നിഷാദകുമാരനാണ്. എനിക്ക് അങ്ങയുടെ അടുത്ത് നിന്ന് ഈ വിദ്യകളൊക്കെ പഠിക്കണം, ധനുർവിദ്യ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ദ്രോണർ ചോദിച്ചു, നിൻ്റെ കുലം നിഷാദം എന്നല്ലേ പറഞ്ഞത്? ഒരു നിഷാദൻ്റെ ധർമ്മം വേട്ടയാടുകയും കാട്ടിൽ വസിക്കുകയൊക്കെ അല്ലേ, യുദ്ധം ചെയ്യുകയല്ലല്ലോ. നീ ഒരു നിഷാദനായതുകൊണ്ട് തന്നെ നിന്നെ ധനുർവിദ്യ ഞാൻ പഠിപ്പിക്കില്ല. ഈ കുമാരന്മാരെല്ലാവരും ക്ഷത്രിയരാണ്, ഇവർ രാജകുമാരന്മാരാണ്. ഞാൻ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ്, നിന്നെ പഠിപ്പിക്കാൻ വന്ന അല്ല. അതുകൊണ്ട് നിന്നെ പഠിപ്പിക്കാൻ സാധ്യമല്ല. ഇത് കേട്ട് മറ്റുള്ളവരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, മറ്റു കുമാരന്മാരൊക്കെ. അപ്പോൾ ഏകലവ്യന് വലിയ വിഷമം തോന്നി. ഏകലവ്യൻ വിഷമിച്ച് അങ്ങ് തിരിച്ചുപോയി. ദ്രോണർ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് നാട്ടിലേക്ക് പോവുകയും ചെയ്തു, ഹസ്തിനപുരത്തേക്ക് പോവുകയും ചെയ്തു. ദ്രോണർ ഇങ്ങനെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു പോയെങ്കിലും അത് ഉൾക്കൊള്ളാൻ ഏകലവ്യന് പറ്റിയില്ല. ഏകലവ്യന് പഠിക്കണം എന്നുള്ള ആഗ്രഹം കലശലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദ്രോണർ നടന്ന കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണ് മുഴുവൻ ഏകലവ്യൻ വാരിയെടുത്തു. അത് കാട്ടിനുള്ളിൽ കൊണ്ടുപോയിട്ട് അത് കുഴച്ച് ഒരു പ്രതിമയുണ്ടാക്കി, ദ്രോണറുടെ പ്രതിമ. എന്നിട്ട് ആ പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ഏകലവ്യൻ വിദ്യകൾ അഭ്യസിച്ചു തുടങ്ങി. ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും ഏകലവ്യൻ ധനുർവിദ്യ അഭ്യസിച്ചു. കാട്ടിനുള്ളിലായിരുന്നതുകൊണ്ട് ഈ ഇരുമ്പ് കൊണ്ടുള്ള അമ്പൊന്നും ഇല്ല ഏകലവ്യന്. നീളമുള്ള ഒരു തരം പുല്ലുകൊണ്ടാണ് ഏകലവ്യൻ അമ്പുണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ പോലും ഏകലവ്യൻ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് തൻ്റെ വിദ്യകൾ അഭ്യസിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു ദിവസം ദ്രോണാചാര്യർ പാണ്ഡവരോടും കൗരവരോടും ഒപ്പം കാട്ടിലെത്തി. വേട്ടയ്ക്ക് വന്നതാണ്, നായാട്ടിന് വന്നതാണ്. ഈ നായാട്ടിന് വന്നപ്പോൾ അവരുടെ കൂടെ നായാട്ട് പട്ടികളും ഉണ്ടായിരുന്നു, വേട്ടപ്പട്ടികൾ. അവരൊരു പട്ടി നല്ല മുന്നേ ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഏകലവ്യൻ വിദ്യകൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പട്ടി അതുവഴി ഓടി വന്നത്. ഇതിൻ്റെ കുര കാരണം ഏകലവ്യന് ഏകാഗ്രത നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ നായയെ കണ്ടില്ലെങ്കിൽ പോലും ഏകലവ്യൻ തൻ്റെ അമ്പ് അങ്ങോട്ട് എയ്തു. ഇങ്ങനെ ഏകലവ്യൻ എയ്ത ഈ അമ്പുണ്ടല്ലോ, അത് നായയെ കൊന്നില്ല, അത് നായയുടെ വായിൽ പോയി തറച്ചിരുന്നു. ഒന്നല്ല, 7 അമ്പുകൾ. 7 അമ്പുകൾ നായയുടെ വായിൽ ചെന്ന് തറച്ചു. ഈ 7 അമ്പുകളും വായിൽ ഒരുമിച്ച് തറഞ്ഞതോടെ നായയ്ക്ക് കുരയ്ക്കാൻ പറ്റാതായി. അത് തിരിച്ച് ദ്രോണാചാര്യരുടെ അടുത്തേക്ക്, കുമാരന്മാരുടെ അടുത്തേക്ക് ചെന്നു. അവർ നോക്കുമ്പോൾ തങ്ങളുടെ നായയുടെ വായിൽ കൃത്യമായിട്ട് 7 അമ്പുകൾ എയ്തു കൊള്ളിച്ചിരിക്കുന്നു.
വളരെ വിദഗ്ധനായ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പറ്റുള്ളൂ. കാരണം ശബ്ദം മാത്രം കേട്ടുകൊണ്ടാണ് നായയുടെ വായിലേക്ക് അമ്പ് ചെയ്തിരിക്കുന്നത്. നായയെ കൊന്നിട്ടുമില്ല. ഇതാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടെ ചെന്നപ്പോൾ ദ്രോണാചാര്യരുടെ പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് വിദ്യ അഭ്യസിക്കുന്ന ഏകലവ്യനെ കണ്ടു. ദ്രോണാചാര്യരെ കണ്ടതും ഏകലവ്യൻ ഓടിയെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പാദം കഴുകി പുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ചു. അദ്ദേഹത്തിന് തേനും പഴങ്ങളും കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന കുമാരന്മാരെ എല്ലാവരെയും സൽക്കരിച്ചു. ഏകലവ്യനോട് ദ്രോണാചാര്യർ ചോദിച്ചു, നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ ഏകലവ്യനാണ്, അങ്ങക്ക് എന്നെ ഓർമ്മയില്ലേ? പണ്ട് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, ധനുർവിദ്യ അഭ്യസിക്കണമെന്ന് പറഞ്ഞിട്ടന്ന് അങ്ങ് എന്നെ തിരിച്ചയച്ചു, പഠിപ്പിച്ചില്ല. അപ്പോൾ ദ്രോണർ ചോദിച്ചു, അപ്പോൾ ഇപ്പോൾ ആരാണ് നിൻ്റെ ഗുരു? ഏകലവ്യൻ പറഞ്ഞു, അങ്ങ് തന്നെയാണ് എൻ്റെ ഗുരു. അങ്ങയെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചത്. അങ്ങനെയാണ് ഞാൻ ധനുർവിദ്യ പഠിച്ചത്. അങ്ങല്ലാതെ മറ്റാരും എനിക്ക് ഗുരുവില്ല. ദ്രോണാചാര്യർ നോക്കുമ്പോൾ അർജുനൻ്റെ മുഖത്ത് പരിഭവം നിറയുന്നു. അർജുനനേക്കാളും മിടുക്കനായിട്ടുണ്ട് ഏകലവ്യൻ. തൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും മിടുക്കൻ എപ്പോഴും അർജുനായിരിക്കും എന്ന് ദ്രോണാചാര്യർ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാക്കാണ് തെറ്റിയിരിക്കുന്നത്. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, ശരി, ഞാനാണല്ലോ നിൻ്റെ ഗുരു. നീ വിദ്യകളെല്ലാം അഭ്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം നീ ഈ നായയെ അമ്പ് ചെയ്ത് കൊള്ളിച്ചത് തന്നെ വലിയൊരു വിദ്യയാണ്. ശബ്ദം കേട്ട് നീ നായയുടെ വായിൽ കൃത്യമായിട്ട് അമ്പ് ചെയ്ത് കൊള്ളിച്ചു. അതുകൊണ്ട് എനിക്ക് ഗുരുദക്ഷിണ തരണം. പണ്ട് കാലത്ത് അങ്ങനെയാണ് വിദ്യാഭ്യാസ കാലം പൂർത്തിയാകുന്നത്, ഗുരുദക്ഷിണയോടെ. ഏകലവ്യൻ പറഞ്ഞു, അങ്ങ് എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ തരാം. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് നിൻ്റെ വലത് കൈയിലെ തള്ളവിരൽ മതി. കേട്ട് നിന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഒരു അഭ്യാസിക്ക്, ഒരു വില്ലാളി വീരന് ഏറ്റവും പ്രധാനപ്പെട്ട വിരലാണ് വലത് കൈയിലെ തള്ളവിരൽ. അതുകൊണ്ടാണ് ഞാൻ വലിച്ച് അമ്പ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ അമ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏകലവ്യൻ പുഞ്ചിരിയോടെ തന്നെ തൻ്റെ വാളെടുത്ത് ഒട്ടും ആലോചിക്കാതെ തൻ്റെ തള്ളവിരൽ അറുത്ത് ഒരു ഇലയിൽ വെച്ച് ഗുരുവിൻ്റെ കാലിൽ അർപ്പിച്ചു. തൊഴുത് വണങ്ങി നിന്നു. അർജുനൻ പോലും അത്ഭുതപ്പെട്ടു പോയി. താൻ ചോദിച്ചാലുടനെ ഏകലവ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് ദ്രോണാചാര്യർ പോലും ചിന്തിച്ചില്ല. അദ്ദേഹം ഏകലവ്യനെ അനുഗ്രഹിച്ചു. കുഞ്ഞെ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നീ ചെയ്തത് ഒരു വലിയ കാര്യമാണ്. നീയാണ് ഏറ്റവും ഉത്തമനായ ശിഷ്യൻ. ഒരു നല്ല വില്ലാളി വീരനായിട്ട്, ഏറ്റവും നല്ല ശിഷ്യനായിട്ട് ലോകം നിന്നെ അറിയും. ഇത്രയും അനുഗ്രഹിച്ചിട്ട് ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യരോടൊപ്പം ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചുപോയി. ഏകലവ്യൻ തോറ്റ് പിന്മാറിയൊന്നുമില്ല. തൻ്റെ ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് ഏകലവ്യൻ അമ്പ് ചെയ്യാൻ അഭ്യസിച്ചു. അതിൽ പ്രാവീണ്യം നേടി. ഒരു ഉത്തമ വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇന്നും ആൾക്കാർ കരുതുന്നത് ഏകലവ്യനെയാണ്. ഗുരു പറയുന്ന വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ച ഒരു ശിഷ്യൻ. ഇഷ്ടമായോ കഥ? ഇഷ്ടമായെങ്കിൽ എന്നെ അറിയിക്കണേ, ഞാൻ കാത്തിരിക്കും. അപ്പോൾ അടുത്ത കഥ അടുത്ത ദിവസം.